8 മണിക്കൂർ ദൈർഘ്യമുള്ള എക്സിറ്റ് പോളിന്റെ മാരത്തോൺ അനാലിസിസ് ആണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എക്സിറ്റ് പോൾ ആകുമോ, അതല്ല ഇന്ത്യ മുന്നണിയുടെ 295 സീറ്റുകൾ എന്നുള്ളത് യാഥാർത്ഥ്യബോധമുള്ളതാണോ? എക്സിറ്റ് പോൾ ആണോ, അതല്ല ഇന്ത്യ മുന്നണിയുടെ കണക്കാണോ ഏറ്റവും റിയലിസ്റ്റിക് ആയ കണക്കെന്നാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് തമിഴ്നാടാണ്. തമിഴ്നാട് നിലവിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരം ഇന്ത്യ മുന്നണിക്ക് 37 വരെ സീറ്റുകൾ ലഭിച്ചേക്കാം, 1 മുതൽ 4 വരെ സീറ്റുകൾ BJPക്കും ലഭിച്ചേക്കാം എന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. എന്താണ് ടേക്ക് ആൻഡ് അഗസ്റ്റ്? ഞാൻ ഉണ്ണി ബാലകൃഷ്ണൻ്റെ കൂടെ കൂടുകയാണ്. 40 ഉദ്ദേശിച്ചത്. കാരണം ഫുൾ കാരണം ഇന്ത്യ മുന്നണിയിൽ ഏറ്റവും വൃത്തിയായി ഇലക്ഷനെ നേരിട്ട ഒരു മുഖ്യമന്ത്രിയാണ് MK സ്റ്റാലിൻ. ഇത്ര വൃത്തിയായി ഒരു രാഷ്ട്രീയം, കറക്റ്റ് രാഷ്ട്രീയം എന്താണെന്ന് പറഞ്ഞ് പ്രകടന പത്രിക ഇറക്കിയ ഏക സംസ്ഥാനമാണ് തമിഴ്നാട്. ഞാൻ അദ്ദേഹത്തെ അപ്രിഷ്യേറ്റ് ചെയ്യണം ആ കാര്യത്തിനകത്ത്. അതിൻ്റെ ഗുണം ആ സ്റ്റേറ്റിന് ഉണ്ടാവും എന്നുള്ള കാര്യം 100%. അപ്പം 39+1 പോണ്ടിച്ചേരി അടക്കം 40. യെസ്, 40 മണ്ഡലങ്ങളും പോണ്ടിച്ചേരി അടക്കം മൊത്തമുള്ള 40 മണ്ഡലങ്ങളിൽ 40ഉം ഇന്ത്യ മുന്നണിയുടേതാണ് എന്നതാണ് ആൻഡ്രൂ അഗസ്റ്റിൻ ആൻഡ് ഉണ്ണി ബാലകൃഷ്ണൻ ആൻഡ് സ്മൃതി പരുത്തിക്കാൽ 3 പേരുടെയും ടേക്ക്. അതിൽ MV നികേഷ് കുമാർ മാത്രമാണ് 5 സീറ്റുകൾ കുറച്ച് ഇന്ത്യ മുന്നണിക്ക് നൽകുന്നത്. അത് പട്ടാളി മക്കൾ കക്ഷിയുടെ ഒരുപക്ഷെ അണ്ണാ DMKയുടെയും BJP നേടാൻ സാധ്യതയുള്ള 1 സീറ്റിൻ്റെയും കണക്കിലാണ്. അങ്ങനെയെങ്കിൽ സുജയ, എന്താണ് തമിഴ്നാട്ടിലെ ടേക്ക് സുജയുടെ? പുതുച്ചേരിയിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. പുതുച്ചേരി കോൺഗ്രസ് തന്നെയാണ്. തമിഴ്നാട്ടിലെ 39-ൽ 37 വരെ ഇന്ത്യ മുന്നണി പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. NDAയുടെ പരമാവധി എന്ന് പറയുന്നത് 4 ആണ്. 5 വരെയൊക്കെ ചില സർവേകളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരു റിയാലിറ്റി ചെക്ക് നടത്തണം എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ത്യ മുന്നണിക്ക് 35 സീറ്റുകൾ ഷുവറാണ്. അതിൻ്റെ കൂടെ ഹൈ ചാൻസസ് ഓഫ് വിന്നിംഗ് ഉള്ള 2 സീറ്റുകൾ കൂടി ചേർത്താണ് ഞാൻ 37 എന്ന ഫിഗറിലേക്ക് എത്തുന്നത്. ഇതിൽ NDA പറയുന്ന 4 സാധ്യതകൾ, അത് കോയമ്പത്തൂർ, തിരുനെൽവേലി, ധർമ്മപുരിയിൽ ഇത്തവണ ജയം ഉറപ്പാണെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് 39-ൽ 2 സീറ്റുകളിൽ 1 ഞാൻ കൊടുക്കുന്നത് ധർമ്മപുരിക്കാണ്. അത് 2014-ൽ ജയിച്ചതാണ് പട്ടാളി മക്കൾ കക്ഷി. അത് 2024-ൽ അവർ തിരിച്ചു പിടിക്കുന്നു എന്നതാണ് ഞാൻ കരുതുന്നത്, ധർമ്മപുരി. പിന്നൊന്ന് തേനിയിലും സാധ്യത കാണാൻ കഴിയുന്നതാണ്. രാമനാഥപുരത്ത് O പനീർശെൽവം BJPയുടെ പിന്തുണയോടുകൂടി മത്സരിക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം അദ്ദേഹത്തിന് വോട്ടുകളായി കൺവേർട്ട് ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ ഇപ്പോഴെനിക്ക് സംശയമുണ്ട്. അവിടെ ഒരു ചാൻസ് നിൽക്കുന്നുണ്ട് എന്നതാണ് ഒരു കാര്യം. കോയമ്പത്തൂരും ഹൈ ചാൻസസ് ഓഫ് വിന്നിംഗ് ആണ്, തിരുനെൽവേലിയും. അങ്ങനെയാണെങ്കിൽ ഞാൻ വിജയം ഉറപ്പുള്ള സീറ്റുകൾ വെച്ച് അത് എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് 35 to 37 ആണ്. ഹൈസ്റ്റ് 37 ആണ്. അത് വിത്തൗട്ട് പോണ്ടിച്ചേരി. വിതൗട്ട് പോണ്ടിച്ചേരി. അപ്പോൾ പോണ്ടിച്ചേരി അടക്കം 38. 40 മൊത്തം മണ്ഡലങ്ങളിൽ 38 മണ്ഡലങ്ങളിൽ ഇന്ത്യ മുന്നണിക്ക് സ്വാധീനമുണ്ട് എന്ന് കരുതുന്നു. കഴിഞ്ഞ തവണത്തെ നിലയേക്കാൾ 2 സീറ്റിന് മാത്രം കുറവാണ് സുജയ പാർവതി പ്രഡിക്റ്റ് ചെയ്യുന്നത്.